ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെ പറ്റിയാണ്. ഇന്ത്യ എത്ര തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ആധുനിക ഇന്ത്യ, മധ്യകാല ഇന്ത്യ, പ്രാചീന ഇന്ത്യ. ഇതിൽ പ്രാചീന ഇന്ത്യയിലെ ശിലായുഗത്തെ പറ്റിയും സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നമുക്കിന്ന് മധ്യകാല ഇന്ത്യയെ പറ്റി പറയാം. മധ്യകാല ഇന്ത്യ എന്നത് പുരാതന കാലഘട്ടത്തിനും ആധുനിക കാലഘട്ടത്തിനും ഇടയിലുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ക്ലാസിക്കലാനന്തര ചരിത്രത്തിന്റെ ഒരു നീണ്ട കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. CE 6-ാം നൂറ്റാണ്ടിലെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ച മുതൽ 1526-ൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ആരംഭത്തോടെയുള്ള ആധുനിക കാലഘട്ടത്തിന്റെ ആരംഭം വരെ ഇത് ഏകദേശം പ്രവർത്തിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ചില ചരിത്രകാരന്മാർ ഇതിനേക്കാൾ പിന്നീട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മധ്യകാലഘട്ടം തന്നെ മധ്യകാലഘട്ടത്തിന്റെ ആദ്യകാലവും മധ്യകാലഘട്ടത്തിന്റെ അവസാനവുമായി തിരിച്ചിരിക്കുന്നു. മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 40-ലധികം വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, ഭാഷകൾ, എഴുത്തു സമ്പ്രദായങ്ങൾ, മതങ്ങൾ എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിച്ചു. ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ബുദ്ധമതം ഈ പ്രദേശത്തുടനീളം പ്രബലമായിരുന്നു. ഇന്തോ ഗംഗ സമതലത്തിലെ ഹെസ്രകാല പാല സാമ്രാജ്യം ബുദ്ധമത വിശ്വാസത്തിന്റെ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്തു. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലെ ആധുനിക ബീഹാറിലെ ബുദ്ധനളന്ദ മഹാവിഹാരം. അത് സ്കോളർഷിപ്പിന്റെ കേന്ദ്രമായിരുന്നു. വിഭജിക്കപ്പെട്ട ദക്ഷിണേഷ്യയെ ആഗോള ഭൗതിക വേദിയിലേക്ക് കൊണ്ടുവന്നു. ചതുരംഗ ഗെയിമിന്റെ കണ്ടുപിടുത്തം യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെസ്സായി മാറുകയും ചെയ്തു എന്നതാണ് മറ്റൊരു നേട്ടം. ദക്ഷിണേന്ത്യയിൽ ആധുനിക ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയുടെ ചില ഭാഗങ്ങൾ മേൽനോട്ടം വഹിക്കുകയും ഹിന്ദുമതത്തെയും ബുദ്ധമതത്തെയും തെക്കുകിഴക്കൻ ചരിത്രപരമായ സാംസ്കാരിക മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്ത ഒരു വിദേശ സാമ്രാജ്യവുമായി തമിഴ് ഹിന്ദു സാമ്രാജ്യം ചോള പ്രാധാന്യം നേടി. ഏഷ്യ ഈ കാലഘട്ടത്തിൽ അയൽ പ്രദേശങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ടിബറ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവ ദക്ഷിണേന്ത്യൻ സ്വാധീനത്തിൽ കീഴിലായിരുന്നു. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തിൽ ആധുനിക മധ്യേഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക അധിനിവേശ പരമ്പരകൾ വടക്കേ ഇന്ത്യയിലുള്ള വൻതോതിൽ ഭാഗങ്ങൾ കീഴടക്കി. 16-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന ഡൽഹി സുൽത്താനത്ത് സ്ഥാപിച്ചു. അനന്തരഫലമായി ദക്ഷിണേന്ത്യയിൽ ബുദ്ധമതം ക്ഷയിച്ചു. എന്നാൽ മുസ്ലിം സാമ്രാജ്യങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഹിന്ദുമതം നിലനിൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിൽ വിജയനഗര സാമ്രാജ്യം മുസ്ലിം അധിനിവേശങ്ങളെ ചെറുത്തു. ബഹാനെ സുൽത്താനേറ്റുമായി ഒരു നീണ്ട മത്സരത്തിന് തുടക്കമിട്ടു. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെടിമരുന്നിന്റെ ആമുഖവും ഒരു പുതിയ മുസ്ലിം സാമ്രാജ്യത്തിന്റെ ഉദയവും കാണാം. മുഗളന്മാർ അതുപോലെ പോർച്ചുഗീസ് കോളനിക്കാർ യൂറോപ്യൻ വ്യാപാര പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഓട്ടോമൻ സാമ്രാജ്യവും സഫാവിദ് പേർഷ്യയും ചേർന്ന് 3 ഇസ്ലാമിക വെടിമരുന്ന് സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മുഗൾ സാമ്രാജ്യം. തുടർന്നുള്ള സാംസ്കാരികവും സാങ്കേതികവുമായ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിച്ചു. മധ്യകാലഘട്ടത്തിന്റെ അവസാനവും ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കവുമായിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.